To Bashlom, Lehergo Humishoyo, Dileshono Suryoyo. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4ാമത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ സുറിയാനി അക്ഷരമാലയിലെ ആദ്യത്തെ 4 അക്ഷരങ്ങൾ, 3 സ്വരങ്ങൾ, 1ാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം, 2ാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം, ഇവ ഉപയോഗിച്ചുള്ള ഏതാനും വാക്കുകൾ, ഇതാണ് നാം പഠിച്ചത്. ഇന്നത്തെ 5ാമത്തെ ക്ലാസ്സിൽ നാം പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ 4 അക്ഷരങ്ങളെ തുടർന്നുള്ള 3 അക്ഷരങ്ങൾ, ആദ്യത്തെ 3 സ്വരങ്ങളെ തുടർന്ന് വരുന്ന 4ാമത്തെ സ്വരം, 2ാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം, 2ാമത്തെ ചെറിയ ഉച്ചാരണ നിയമം, വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട ഏതാനും ഉച്ചാരണ നിയമങ്ങൾ, 5 ഉച്ചാരണ നിയമങ്ങൾ, പിന്നീട് ഇവയെല്ലാം ഉപയോഗിച്ചുള്ള ഏതാനും വാക്കുകൾ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉള്ളടക്കം. നമുക്ക് ആദ്യം 5ാമത്തെ അക്ഷരം ഏതാണെന്ന് നോക്കാം. ഹേ. ഇതാണ് സുറിയാനി അക്ഷരമാലയിലെ 5ാമത്തെ അക്ഷരം. ഈ അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക. ഡോട്ട്, ആരോ പോകുന്ന ഡിറക്ഷൻ, ഇവ ശ്രദ്ധിക്കുക. ഈ ഡോട്ടിൽ നിന്ന് ആരംഭിച്ച് ആരോ പോകുന്ന ഡിറക്ഷനിലാണ് എഴുത്ത് പൂർത്തിയാക്കേണ്ടത്. ഈ അക്ഷരം ഹേ എഴുതുന്ന രീതി. ഇനിയും 6ാമത്തെ അക്ഷരം വാവ്. ഇത് വളരെ എളുപ്പമുള്ള അക്ഷരമാണ്, ഒരു 0 പോലെ ഇരിക്കും. ഇത് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഡോട്ടിൽ നിന്ന് ആരോയുടെ ഡിറക്ഷനിലേക്ക് എഴുതുക. പഠിച്ച അക്ഷരം വാവ് എഴുതുന്ന രീതി. ഇനിയും 7ാമത്തെ അക്ഷരം സൈൻ. Z എന്നാണ് ഇതിൻ്റെ ഉച്ചാരണം. ഇംഗ്ലീഷ് അക്ഷരമായ Z ഉച്ചരിക്കുന്നത് പോലെയാണ് ഇത് ഉച്ചരിക്കുന്നത്. നേരത്തെ അക്ഷരങ്ങളുടെ ഉച്ചാരണം പറയാൻ വിട്ടുപോയി. ഹേ എന്ന വാക്ക് അക്ഷരം ഉച്ചരിക്കുന്നത് ഹ് എന്നാണ്. വാവ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നത് വ് എന്നാണ്. വ് അത് കൺജങ്ഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉ എന്നും ഉച്ചരിക്കുന്നു. പിന്നീട് ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ, ഹേ എന്ന അക്ഷരത്തിൻ്റെ വാല്യൂ 5ാമത്തെ അക്ഷരമായതുകൊണ്ട് 5, ഉച്ചാരണം ഹ്. വാവ് എന്ന 6ാമത്തെ അക്ഷരത്തിൻ്റെ ഉച്ചാരണം വ് അല്ലെങ്കിൽ ഉ. ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ സംഖ്യ 6. 7ാമത്തെ അക്ഷരമായ സൈൻ, അതിൻ്റെ ഉച്ചാരണം Z. അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ അക്കം 7. ഇത് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക. ഈ 3 അക്ഷരങ്ങളുടെയും പ്രത്യേകത, ഈ 3 അക്ഷരങ്ങളും വലതുവശത്തെ അക്ഷരങ്ങളുമായി മാത്രമേ ബന്ധിപ്പിച്ച് എഴുതുകയുള്ളൂ. ഇടതുവശത്തെ അക്ഷരവുമായി ഒരിക്കലും ഈ 3 അക്ഷരങ്ങളും ബന്ധിപ്പിച്ച് എഴുതുന്നില്ല. These 3 letters connect only to the letters on the right side. Never connects to letters on the left side. ഇതാണ് ഈ 3 അക്ഷരങ്ങളുടെയും പ്രത്യേകത. ഇനിയും 4ാമത്തെ സ്വരം ഊ അല്ലെങ്കിൽ ഊ. ഒരു ടി ചരിച്ചിട്ടതുപോലെയാണ് ഇതിൻ്റെ
കിടപ്പ്. പിന്നീട് ഒരു കുത്താണ് ഇടേണ്ടത്. ആ കുത്ത് കറുപ്പിക്കേണ്ടതാണ്. കമ്പ്യൂട്ടറിൽ ഫോണ്ട് എടുത്തപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, പക്ഷെ അത് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക. ബിന്ദുക്കൾ കൊണ്ടുള്ള വൃത്തം അക്ഷരത്തിന് പകരം നിൽക്കുന്നു. അക്ഷരത്തിന്റെ മുകളിലാണ് വവ്വൽ ഇടേണ്ടത് എന്നത് സൂചിപ്പിക്കാനാണ് ഈ ഡോട്ടഡ് സർക്കിളിന്റെ മുകളിൽ വവ്വൽ ഇട്ടിരിക്കുന്നത്. ഈ വവ്വൽ എഴുതുന്നത് ഇപ്രകാരമാണ്. ടി ചരിച്ചിട്ടതുപോലെ പിന്നീട് കുത്തിടുക. അത് കാണത്തക്ക രീതിയിൽ നല്ലപോലെ കറുപ്പിക്കേണ്ടതാണ്. ഇനിയും രണ്ടാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം. ഒരു പദത്തിലെ അന്ത്യാക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ അതിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിന്റെ സ്വരം ദീർഘമായി ലോങ് ആയി ഉച്ചരിക്കണം. ഒരു പദത്തിലെ അവസാനത്തെ അക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ അതിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിന്റെ സ്വരം ദീർഘമായി ഉച്ചരിക്കണം. If the last letter of a word does not have any vowel, then the vowel of its previous letter is pronounced long. ഇതാണ് രണ്ടാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം. നമ്മൾ ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഒരു പദത്തിലെ രണ്ടോ അതിലധികമോ അക്ഷരങ്ങൾക്ക് തുടർച്ചയായ സ്വരങ്ങൾ വന്നാൽ ആദ്യത്തേതുൾപ്പെടെ എല്ലാ സ്വരങ്ങളും ദീർഘമായും അവസാനത്തെ സ്വരം മാത്രം ഹ്രസ്വമായും ഉച്ചരിക്കും. അതായിരുന്നു ഒന്നാമത്തെ നിയമം. രണ്ടാമത്തേത്, ഒരു പദത്തിലെ അന്ത്യാക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ അതിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിന്റെ സ്വരം ദീർഘമായി ഉച്ചരിക്കും. ഈ നിയമം ഉപയോഗിച്ചുള്ള ഒരു വാക്ക് ശ്രദ്ധിക്കുക. രണ്ട് അക്ഷരങ്ങളും ഒരു സ്വരവുമാണ് ഈ വാക്കിനുള്ളത്. ആദ്യത്തെ അക്ഷരം ഹേ, അതിൻ്റെ മുകളിലെ സ്വരം ആ, അവസാനത്തെ അക്ഷരം വാവ്. ഈ പദത്തിന്റെ അന്ത്യാക്ഷരം വാവ്. അന്ത്യാക്ഷരത്തിന് സ്വരമില്ല. അപ്പോൾ അതിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരമായ ഹേ എന്ന അക്ഷരത്തിന്റെ മുകളിലെ ആ എന്ന സ്വരം ദീർഘമായി ഉച്ചരിക്കുന്നു. അപ്പോൾ ഈ വാക്ക് വായിക്കുന്നത് ഹാവ്. ഹാവ്. ഈ വാക്കിന്റെ അർത്ഥം ദാറ്റ് അല്ലെങ്കിൽ ഹി, അത്, ആ, അവൻ. ഇനിയും വേറൊരു വാക്ക്. മൂന്നക്ഷരങ്ങളും ഒരു സ്വരവുമാണ് ഈ വാക്കിനുള്ളത്. അന്ത്യാക്ഷരം വാവ്. അതിൻ്റെ തൊട്ടുമുമ്പുള്ള അക്ഷരം ഗോമാൽ. അന്ത്യാക്ഷരത്തിന് സ്വരമില്ല. അപ്പോൾ തൊട്ടുമുമ്പിലെ അക്ഷരത്തിന്റെ സ്വരം ദീർഘമായി ഉച്ചരിക്കണം. ആദ്യ അക്ഷരം ബേത്ത്. ബേത്തിന് സ്വരമില്ല. അപ്പോൾ അത് ബ. രണ്ടാമത്തേത് അന്ത്യാക്ഷരത്തിന് സ്വരമില്ലാത്തത് കൊണ്ട് തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന്റെ സ്വരം ദീർഘമായി ബഗാവ്. ബഗാവ്. ഈ വാക്കിന്റെ അർത്ഥം ഇൻസൈഡ്, അകത്ത് എന്നാണ്. ഒരു ഉദാഹരണം കൂടി. രണ്ട് അക്ഷരങ്ങളാണ് ഉള്ളത്. ഹേ, ബേത്ത്. ആ എന്ന സ്വരം. അന്ത്യാക്ഷരം ബേത്ത്. അന്ത്യാക്ഷരത്തിന് സ്വരമില്ലാത്തത് കൊണ്ട് അതിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിന്റെ സ്വരം ദീർഘമായി ഉച്ചരിക്കുന്നു. ഹാബ്. ഗിവ്, തരൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് രണ്ടാമത്തെ ചെറിയ ഉച്ചാരണ നിയമം പഠിക്കാം. ഒരു പദത്തിലെ ഒരു സ്വരത്തിന് ഒരേ സമയം ഒന്നാമത്തെയും രണ്ടാമത്തെയും മുഖ്യ ഉച്ചാരണ നിയമം ബാധകമായി വന്നാൽ രണ്ടാമത്തെ നിയമം അനുസരിച്ചാണ് വായിക്കേണ്ടത്. ഒരു പദത്തിലെ ഒരു സ്വരത്തിന് ഒരേ സമയം ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമവും രണ്ടാമത്തെ മുഖ്യ ഉച്ചാരണ നിയമവും ബാധകമായി വന്നാൽ രണ്ടാമത്തെ ഉച്ചാരണ നിയമത്തിന് പ്രിഫറൻസ് കിട്ടണം. അതാണ് നിയമം. If the first and the second major rules are applicable to a vowel at the same time, then the second rule prevails. ഈ നിയമം അനുസരിച്ചുള്ള ഒരു വാക്ക്. മൂന്ന് അക്ഷരങ്ങളാണ് ഈ പദത്തിനുള്ളത്. ആദ്യത്തെ അക്ഷരം ഒലാഫ്. അതിൻ്റെ മുകളിലെ സ്വരം എ.
രണ്ടാമത്തെ അക്ഷരം ബേത്ത്, അതിൻ്റെ മുകളിലെ സ്വരം ആ. അന്ത്യാക്ഷരം ദോലാദ്, അതിന് സ്വരമില്ല. ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം: ഒരു പദത്തിലെ രണ്ടോ അതിലധികമോ അക്ഷരങ്ങൾക്ക് തുടർച്ചയായി സ്വരങ്ങൾ വന്നാൽ ആദ്യത്തേതുൾപ്പെടെ എല്ലാ സ്വരങ്ങളും ദീർഘമായും അവസാനത്തെ സ്വരം ഹ്രസ്വമായും ഉച്ചരിക്കണം എന്ന നിയമം അനുസരിച്ച് ഈ പദത്തിലെ അന്ത്യാക്ഷരമായ ഈ പദത്തിലെ രണ്ടാമത്തെ സ്വരം വരുന്ന ബേത്തിന്റെ മുകളിലെ ആ എന്ന സ്വരം ഹ്രസ്വമായി ആ എന്ന് ഉച്ചരിക്കണം, ഒന്നാമത്തെ നിയമം അനുസരിച്ച്. അതേസമയം തന്നെ ഈ ബേത്ത് എന്ന അക്ഷരത്തിന്റെ മുകളിലെ ആ എന്ന സ്വരം രണ്ടാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം അനുസരിച്ച്, അതായത് അന്ത്യാക്ഷരത്തിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന്റെ സ്വരം ദീർഘമായി ഉച്ചരിക്കണം എന്ന നിയമം അനുസരിച്ച് ദീർഘമായി ഉച്ചരിക്കണം. അപ്പോൾ ബേത്ത് എന്ന അക്ഷരത്തിന്റെ മുകളിലെ ആ എന്ന സ്വരത്തിന് ഒരേ സമയം ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമവും രണ്ടാമത്തെ മുഖ്യ ഉച്ചാരണ നിയമവും ബാധകമായി വരുന്നു. അതിപ്പോൾ രണ്ടാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം അനുസരിച്ച് ദീർഘമായിട്ടാണ് ഇത് വായിക്കേണ്ടത്. ഏ ബാദ്, അവൻ നശിച്ചു, ഹി പെറിഷ്ഡ് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇനിയും വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട 5 ഉച്ചാരണ നിയമങ്ങളുണ്ട്. ഇതിലെ ഒന്നാമത്തെ ഉച്ചാരണ നിയമം നമുക്ക് പഠിക്കാം. ഊ എന്ന സ്വരത്തിന് ശേഷം വാവ് എന്ന അക്ഷരം വന്നാൽ അത് ഉച്ചരിക്കുകയില്ല. മിക്കവാറും എല്ലായ്പ്പോഴും തന്നെ ഊ എന്ന സ്വരത്തിനോടൊപ്പം തന്നെ വാവ് എന്ന അക്ഷരം വരാറുണ്ട്. ഊ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് എന്ന അക്ഷരം ഒരിക്കലും ഉച്ചരിക്കുന്നില്ല. ഇതാണ് വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഉച്ചാരണ നിയമം. The letter vav comes after the vowel u, then it is not pronounced. ഉദാഹരണം ശ്രദ്ധിക്കാം. ആദ്യത്തെ അക്ഷരം ഗോമാൽ, അതിന്റെ മുകളിലെ സ്വരം ഊ കഴിഞ്ഞ് വാവ് വരുന്നു, അത് ഉച്ചരിക്കില്ല. ഗുവ് എന്ന് ഉച്ചരിക്കില്ല, ഗു എന്ന് മാത്രമേ ഉച്ചരിക്കുകയുള്ളൂ, വാവ് ഉച്ചരിക്കുന്നില്ല. വാവ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നില്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരക്ഷരം ഇല്ല എന്ന് നമ്മൾ കരുതണം. എന്നിട്ട് തുടർച്ചയായി സ്വരങ്ങൾ ഉള്ളതുപോലെ വായിക്കണം. ഗൂ ബോ. ഇനി വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഉച്ചാരണ നിയമം: ഊ എന്ന സ്വരത്തിന് ശേഷം വാവ് വന്നാൽ ഉച്ചരിക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഓ എന്ന സ്വരത്തിന് ശേഷവും വാവ് എന്ന അക്ഷരം വന്നാൽ ഉച്ചരിക്കില്ല. ഊ എന്ന സ്വരത്തിന് ശേഷം വാവ് മിക്കവാറും വരും. എന്നാൽ ഓ എന്ന അക്ഷരത്തിന് ശേഷം വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. എങ്കിലും വരുന്ന അവസരത്തിലെല്ലാം തന്നെ അത് ഉച്ചരിക്കാനായിട്ട് പാടില്ല. The letter vav comes after the vowel o is not pronounced. ഓലാഫിന് ഓ എന്ന സ്വരം, അതിനുശേഷം വാവ്. ഇത് ഓവ് എന്നല്ല വായിക്കേണ്ടത്. ഓ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് ഉച്ചരിക്കുന്നില്ല, ഇത് ഓ എന്ന് വായിക്കണം. ഇനി വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ഉച്ചാരണ നിയമം: ആ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് ഔ എന്ന് ഉച്ചരിക്കുന്നു. ഒരു പദത്തിലെ അന്ത്യാക്ഷരം വാവ് വരികയാണെങ്കിൽ ഈ നിയമം ബാധകമാവുകയില്ല. ഇടയ്ക്ക് വരുമ്പോഴാണ് ഇത് ബാധകമാകുന്നത്. ആ എന്ന സ്വരത്തിന് ശേഷം വാവ് വന്നാൽ ഔ. The letter vav comes after the vowel a is pronounced as ഔ. ഉദാഹരണം: ആദ്യത്തെ അക്ഷരം ഗോമാൽ, അതിന്റെ സ്വരം ആ കഴിഞ്ഞ് വാവ് വന്നപ്പോൾ ഗൗ. മൂന്നാമത്തെ അക്ഷരം സൈൻ, വവൽ ഓ, ഗൗ സോ. ഇനി വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട നാലാമത്തെ ഉച്ചാരണ നിയമം: ഒരു പദത്തിലെ അവസാനത്തെ അക്ഷരം വാവ് വരികയും ആ വാവിനും അതിന് തൊട്ടു മുൻപുള്ള അക്ഷരത്തിനും സ്വരമില്ലാതിരിക്കുകയും ചെയ്താൽ ആ വാവ് ഉച്ചരിക്കുന്നില്ല. അതായത് ഒരു പദത്തിന്റെ അന്ത്യാക്ഷരം വാവ് വരുന്നു, വാവിന് സ്വരമില്ല,
വാവിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ല. അങ്ങനെ വരുമ്പോൾ ആ വാവ് ഉച്ചരിക്കുന്നില്ല. ഇഫ് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് എ വേർഡ് ഈസ് വാവ് and the vav and its previous letter do not have any vowel, then that vav is not pronounced. ഉദാഹരണം ശ്രദ്ധിക്കുക. ഈ വാക്കിന്റെ അന്ത്യാക്ഷരം വാവ്. ഈ വാവിന് സ്വരമില്ല. അതിന്റെ തൊട്ടു മുമ്പിലെ അക്ഷരം ദോലാദ്, അതിനും സ്വരമില്ല. അപ്പോൾ പദത്തിന്റെ അന്ത്യാക്ഷരത്തിനും സ്വരമില്ല, അതിന്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ലാത്തത് കൊണ്ട് ആ വാവ് ഉച്ചരിക്കുന്നില്ല. ഇത് ഏബാദ് എന്ന് വായിക്കുന്നു. ഇനിയും വാവ് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ ഉച്ചാരണ നിയമം, പദങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ വാചകങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനോ ആൻഡ് എന്ന അർത്ഥത്തിൽ വാവ് കൺജങ്ഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വാവിന് രണ്ട് ഉച്ചാരണമുണ്ട്, വ് എന്ന ഉച്ചാരണവും ഉ എന്ന ഉച്ചാരണം. വാവ് കൺജങ്ഷനായി ആൻഡ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉ എന്നാണ് ഉച്ചരിക്കേണ്ടത്. When vav is used to connect words and sentences as conjunction, then it is pronounced as u. നമ്മൾ പഠിച്ച രണ്ട് വാക്കുകളാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വാക്കുകളാണ്. ആബോ ഉ ബോബോ കൺജങ്ഷനായിട്ട് ഉപയോഗിച്ചപ്പോൾ ഉ എന്നാണ് വാവ് ഉച്ചരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വാവ് കൺജങ്ഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ രണ്ടാമത്തെ അക്ഷരത്തിന്റെ മുമ്പിലായിട്ടാണ് വാവ് ചേർക്കേണ്ടത്. പിതാവും ശിശുവും. മലയാളത്തിൽ രണ്ട് വരും, പക്ഷെ സുറിയാനിയിലും ഇംഗ്ലീഷിലും ഒന്നേ ഉള്ളൂ, ആൻഡ് ഒന്നേ ഉള്ളൂ. സുറിയാനിയിൽ ഒന്നേ ഉള്ളൂ. രണ്ട് പദങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ പദത്തിന്റെ മുമ്പിലായിട്ടാണ് വാവ് ചേർക്കുന്നത്. വാവ് ഈസ് അറ്റാച്ച്ഡ് ടു ദ വേർഡ് ദാറ്റ് ഫോളോസ് when it takes the role of a conjunction. ഇനിയും നമ്മൾ ഇതിനോടകം 7 അക്ഷരങ്ങൾ പഠിച്ചു, 4 സ്വരങ്ങൾ പഠിച്ചു. ഇതുപയോഗിച്ചുള്ള ഏതാനും വാക്കുകളൂടെ കണ്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ആദ്യത്തെ അക്ഷരം ദോലാദ്, രണ്ടാമത്തെ അക്ഷരം ബേത്ത്, അവസാനത്തെ അക്ഷരം ഓലാഫ്. സ്വരങ്ങൾ ദോലാദിന് എ, ബേത്തിന് ഓ. ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമമാണ് ഇവിടെ ബാധകമായി വരുന്നത്. ദേബോ, കരടി, ബേർ. രണ്ടാമത്തേത്, ആദ്യത്തെ അക്ഷരം ഗോമാൽ, സ്വരം ആ, രണ്ടാമത്തെ അക്ഷരം ഓ, രണ്ടാമത്തെ അക്ഷരം സൈൻ, വവൽ ഓ. ഗാസോ, ഭണ്ഡാരം, ട്രഷറി. മൂന്നാമത്തേത് വാവ് ആ, സൈൻ ഓ, വാസോ, ഗൂസ്, പാത്ത. ഇവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ടത് അവസാനമായിട്ട് വരുന്ന ഓലാഫ് എന്ന അക്ഷരത്തിന് സ്വരമില്ല, ഉച്ചാരണവുമില്ല. അപ്പോൾ അതിനെ പരിഗണിക്കേണ്ട ആവശ്യമേ ഇല്ല, അങ്ങനെ ഒരക്ഷരം ഉള്ളതായിട്ട്. അടുത്തത് സൂസോ, ആദ്യത്തെ അക്ഷരം സൈൻ, വവൽ ഉ, വാവ് സൈൻ ഓ, കഴിഞ്ഞുള്ള വാവ് ഉച്ചരിക്കുന്നില്ല. സൂസോ. കഴിഞ്ഞുള്ള വാവ് ഇല്ലാത്തതിനാൽ ഇങ്ങനെ ഒരു അക്ഷരം ഇല്ലാത്തതായി പരിഗണിക്കുന്നു. ഇനിയും ആദ്യത്തെ അക്ഷരം ഓലാഫ്, സ്വരം ആ, രണ്ടാമത്തെ അക്ഷരം ബേത്ത്, സ്വരം ഊക്ക് ശേഷം വാവ് ഉച്ചരിക്കുന്നില്ല, ബേത്ത് ഓ, അവസാനം ഓലഫ്. ആബൂബോ, ആബൂബോ. ഇതിന്റെ അർത്ഥം ഫ്ലൂട്ട്, ഓടക്കുഴൽ. ഹേ, ബേത്ത്, ബേത്ത്, ആ ഓ ഓ. ഹാ ബോ ബോ, ഫ്ലവർ, പുഷ്പം. ഇനിയും ഒന്നാമത്തെ ചെറിയ ഉച്ചാരണ നിയമം അനുസരിച്ചുള്ള ഒരു വാക്കാണ്. ഒരു പദത്തിലെ അന്ത്യാക്ഷരം ഓലഫ് വരികയും ആ ഓലഫിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന്റെ സ്വരം എപ്പോഴും ഹ്രസ്വമായിട്ട് ഉച്ചരിക്കും. ഹോ, ബിഹോൾഡ്, ഇതാ.
ഇനിയും ഇതേ നിയമം അനുസരിച്ചുള്ള ഒന്നാമത്തെ ചെറിയ ഉച്ചാരണ നിയമം അനുസരിച്ചുള്ള ഒരു വാക്ക് കൂടി ഹ് വോ വാസ് ആയിരുന്നു, ഹ് വോ. ഇനിയും ഉ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് ഉച്ചരിക്കുന്നില്ല. ഒരു ഉദാഹരണം കൂടി, ഹു. ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം അനുസരിച്ചുള്ള ഒരു വാക്ക് ഗാദോ, ലക്ക്, ഭാഗ്യം. ഇത്രയും കാര്യങ്ങൾ, 3 അക്ഷരങ്ങൾ, 4-മത്തെ സ്വരം, 2-മത്തെ വലിയ ഉച്ചാരണ നിയമം, ചെറിയ ഉച്ചാരണ നിയമം, വാവുമായി ബന്ധപ്പെട്ട 5 നിയമങ്ങൾ. ഇത്രയും കാര്യങ്ങളോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. തൗദി സാഗി, താങ്ക്സ് എ ലോട്ട്. വളരെയധികം നന്ദി.